ഗായ്സ്, നാനോ ഡസ്റ്റർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുന്നത് നമ്മൾ ലൂക്കി ക്രാഫ്റ്റ് 5ൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇതെന്നെ സാധനം ഗൈസ്? ഓ, എട്ടുകാലിയായിരുന്നു. ഓക്കെ, എട്ടുകാലിയാണ് ഗൈസ്. നമുക്ക് ഇനി കൊല്ലാം. കൊല്ലം. ഓക്കെ, യെസ്, നമ്മൾ വന്നിട്ടുണ്ട്. രാവിലെ തന്നെ കൊല്ലേണ്ട വന്നു ഗൈസ്. എന്ത് ചെയ്യാനെന്ന് ഒരു കൊലപാതകത്തിലൂടെയാണ് നമ്മളൊരു ദിവസം സ്റ്റാർട്ടായത് ഗൈസ്. വലിയ കഷ്ടമാണ്. അപ്പോൾ ഇന്നെന്തോ പണി വരാനുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ ചീറ്റിപ്പോയ ഫാമിംഗ് ആണ് ഗൈസ്. വേറെ നല്ല കുറച്ച് വാട്ടറും കാര്യങ്ങളുടെ അത്യാവശ്യമുണ്ട് ഗൈസ്. അപ്പം ഇങ്ങനെ ബക്കറ്റ് ഉണ്ടാക്കണം. നമുക്ക് കുറേ മൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് അയണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ബക്കറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല ഗൈസ്. എന്താ പറയുക, നമുക്കിന്ന് കുറച്ച് മൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. അതായത് നമ്മുടെ വീടിൻ്റെ അടിയിലോട്ട് ചെറിയൊരു മൈൻ റൂം നമുക്ക് ഉണ്ടാക്കണം. പിന്നെ അതെന്ന് പറഞ്ഞാൽ അടിയിലുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആ ഒരു മൈൻ റൂം അടിയിലോട്ട് വേണം. നമുക്ക് പിന്നെ സ്റ്റോൺ ആണെങ്കിൽ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലം നമുക്ക് വേണം. പിന്നെ വെറുതെ ആദ്യം എങ്ങോട്ടും പോയിട്ട് പിന്നെ വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ. വേണം കുറേ പ്രാവശ്യം നമ്മളങ്ങനെ ഊറ്റമോ. ചെറിയ തൊട്ടപ്പോൾ വലിയ വന്നിട്ടമ്മോ കൊല്ലം യെസ്. പിന്നെ സ്റ്റോൺ ഇതിനെ കൊല്ലാം. ഓക്കെ. രാവിലെ തന്നെ ഇറച്ചി ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പം ഒരു പശുവിനെ കൂടെ കൊണ്ടുവരാം സുഹൃത്തുക്കളെ. നമ്മൾ ചത്തു ഗൈസ്. അപ്പം അതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പം ഉടനെ എക്സ് ഉണ്ട്. എക്സ് എടുത്ത് വെച്ചൊക്കെ ഈ സാധനം മൊത്തം പറിച്ചെടുത്തേക്കാം. കാരണം നമുക്കിത് എൻ്റെ അടുത്തോട്ട് വലിയ കൂട്ടാനെ തൊട്ട് ചോദിക്കാൻ പോകുന്നതാണ് സുഹൃത്തുക്കളെ. ചമ്മിപ്പോയി. നമ്മുടെ കയ്യിൽ സോഡും കാര്യങ്ങളൊക്കെ പണ്ടത്തെ പോലെ അല്ലേ നമ്മൾ ഭയങ്കര ടെക്നോളജിയാ. അത് തന്നെ എൻ്റെ അമ്മ ഓക്കെ. അപ്പം പണ്ടത്തെ പോലെ അല്ല ഈസ്. നമ്മുടെ കുറേ ആയുധങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ ആയുധങ്ങളൊന്നും അല്ല ഈസ്. വീട്ടിലൊക്കെ ഇരിപ്പുണ്ട് ഈസ്. നമ്മുടെ ഗോൾഡൻ സോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നലെ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോക്കകത്ത് ഈ പൂജ വരുന്ന ഓക്കെ കൈസ്, നമ്മൾ ചത്തിട്ടുണ്ട്. വീടിൻ്റെ മണ്ടക്കൊക്കെ ഒന്ന് സ്പോണാവുന്നു. യൂജാവല്ലേ. ഓക്കെ, ആ പൂച്ചപ്പട്ടി പൂച്ചപ്പട്ടിയോ പൂച്ച കൈസ് നമ്മളെ കൊന്നു കൈസ്. പൂച്ചപ്പട്ടി നല്ല കൈസ്. ആ പൂച്ച പട്ടി എന്നെ കൊന്നു കൈസ്. റീസ്പോൺ പോയിന്റ് സെറ്റാക്കി വെച്ചാൽ ഈ ഗെയിമിന് പ്രത്യേകം ഉണ്ട്. ഇതിലത് ഞെക്കിയില്ല ചിലപ്പോൾ നമ്മൾ ഫോണാവുന്നത് വേറെ ഏതെങ്കിലും കാട്ടിലായിരിക്കും. പിന്നെ ഈ വില്ലേജ് കണ്ടുപിടിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റുന്ന തരത്തില്ല. അപ്പോൾ ആ പൂച്ച അവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഇന്ന് ആ പൂച്ചേനെ ഉറപ്പാണ് ഞാൻ കൊല്ലും. ഉറപ്പാണ്. കാര്യം പറഞ്ഞാൽ പൂച്ച ഞാൻ കൊല്ലും കൈസ്. നമുക്ക് പകയുണ്ട്. കാരണം ഈ സാധനം മൊത്തം പോയി. എൻ്റെ ദൈവമേ, ഇത് ചെയ്യാന്നറിയാം. പൂച്ച വരുന്നുണ്ട്. അതിന് ഈ സാധനമൊക്കെ കേൾക്കാം. നമ്മുടെ സോഡ് ഇരിപ്പുണ്ടോ എന്തോ. നമ്മുടെ സോഡ് ഇരിപ്പില്ലേ ഗൈസ്. നമ്മുടെ സോഡ് കിട്ടിയില്ലേ? അടിപൊളി. അത് സോഡ് എന്തേ? അയ്യോ, സോഡ് കാണാനില്ലേ ഗൈസ്. നമ്മുടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഉണ്ട് ഗൈസ്. ബട പൂച്ച ബട നീ ബാട പൂച്ച നീ ബാട പൂച്ച നീ ബാടാ. കൊന്ന് ഗൈസ്. പിന്നെ അല്ല നമ്മുടെ കളി. ഓക്കെ, അപ്പം ഈ സോഡിൻ്റെ കാലാവധി കഴിയാനായെന്ന് തോന്നുന്നു കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിയാനായെന്ന് തോന്നുന്നു. കാരണം ഇത് എപ്പോഴും ഉണ്ടാക്കിയ സോഡാണ്. 2 ഉണ്ടായിരുന്നു. 1 നേരത്തെ പോയി. ഓക്കെ, നമുക്കപ്പം കുറച്ച് അരിച്ച് പറക്കി സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തപ്പി വില്ലേജിൽ നിന്ന് കുറച്ച് ദൂരം താണ്ടി ഇവിടെ എത്തി ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ സാധനമൊക്കെ കണ്ടത് കേട്ടോ ഗൈസ്. ഇവിടെ കുറച്ചധികം ലൂട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ലൂട്ട് മീൻസ് അങ്ങനെയല്ല ഗൈസ്. ഇവിടെ കണ്ട ഗൈസ്, ഈ ഒരു ഒച്ച കേൾക്കുന്ന സാധനം ഗൈസ്. ഇങ്ങനെ നടക്കുന്ന സമയത്തും ഇത് തൊടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒച്ച കേൾക്കും. എൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. ഈ ഒരു സാധനം എനിക്ക് കിട്ടും. അതിൽ കുറച്ച് കൊത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഡിസൈൻ വർക്കിനും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി നമ്മളിങ്ങനെ കൊത്തിയെടുക്കുകയാണ് ഗൈസ്. പിന്നെ ഇത് മാത്രമല്ല ഗൈസ്, ഇവിടെ ഒരു വീടുണ്ട്. വീട് മീൻസ് എനിക്കറിയാൻ പാടില്ല. ഇതന്നെ ഒരുമാതിരി കൊല്ലൻ്റെ ആല പോലത്തെ ഒരു സംവിധാനം ഗൈസ്. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഒരുമാതിരി എന്തോ ടൈപ്പ് വീട് ഗൈസ്. ഒരുമാതിരി ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസ് പോലത്തെ ഒരു വീടാണ് ഗൈസ്. ഇതുണ്ടോ. അതിനകത്ത് ചെസ്റ്റ് ഇരിപ്പുണ്ട് ഗൈസ്. അടിപൊളി. അപ്പോൾ എന്തോ ഉണ്ട് കേട്ടോ ഗൈസ്. ചെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കയറുന്ന എങ്ങനെ ഇങ്ങോട്ട് വാതില്ലേ? ഇനി വാതില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പൊളിച്ചാൽ കയറാം ഗൈസ്. പിന്നല്ല നമ്മുടെ അമ്മാവൻ്റെ വീടൊന്നും ഇല്ല ഗൈസ്. നമുക്കങ്ങ് പൊളിച്ച് കയറാം. പിന്നല്ലേ ഗൈസ്. അപ്പോൾ ഇത് ചെസ്റ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ആദ്യം പിന്നെ സ്മോക്കറാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ ഇതിലായിട്ട്. അപ്പം ഇതൊന്ന് തുറക്കാം. എൻ്റെ പൊന്നോ, പൊളി ഗൈസ്. അടിപൊളി ഗൈസ്. അതവിടെ കോളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇൻവെൻട്രി ഫുള്ളാണ്. അതിന് മുമ്പ് നമുക്ക് ഇൻവെൻട്രിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെടുത്ത് ദൂരെ കളയും സുഹൃത്തുക്കളെ. അല്ലെ പിന്നെ നമുക്കിത് വെക്കാനുള്ളത് അതിനകത്ത് എന്തൊക്കെ വേണ്ടാത്തതുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഈ ക്യാരറ്റും ഇതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് കളയാം. ഇവിടെ വേറെ എന്താ വേണ്ടത്? ബീട്രൂട്ട് സീഡ്സ് അതൊന്നും വേണ്ട. ആരോ വേണ്ട. പിന്നെ എന്നെ വേണ്ടാത്ത പിന്നെ സാധനമൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല സുഹൃത്തുക്കളെ. യെസ്. അപ്പം
എടുത്ത് കളയാം. നമുക്ക് കാണാം. നമുക്ക് ഇൻവെൻട്രിയുടെ കാര്യം ഇനിയൊന്നും വേണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് സാധനം എടുക്കാതെ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇത് വേണം ഗൈസ്, ചെസ്റ്റിനകത്ത് നമുക്ക് കോളും കാര്യങ്ങളും വേണം. എന്നാലും നമുക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതെടുത്താൽ കോളും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. പിന്നെ ഇതെന്താ സാധനം, വേറെ സാധനമുണ്ട്. ഇതെന്നെ സാധനം, ഗൺ പൗഡറോ? അടിപൊളി. ഗൺ പൗഡറൊക്കെ ആദ്യമായിട്ടോ എനിക്ക് കിട്ടുന്നത്. ഗൺ പൗഡർ എടുത്തിട്ടേക്കാം. പിന്നെ നമ്മുടെ മറ്റേ നഗറ്റ്സ്, മറ്റേ എന്നാ പറയുന്നതിന്, നഗറ്റ്സ് അല്ലേ മറ്റേ അയൺ നഗറ്റ്സ്, അങ്ങനെ എന്തോ അതിന് പേര്. ഈ സാധനം നമ്മുടെ കിട്ടി സുഹൃത്തുക്കളെ. ഓക്കെ, ഈ നഗറ്റ്സും കാര്യങ്ങളൊക്കെ, അയൺ നഗറ്റ് ഇതങ്ങ് എടുത്തേക്കാം. ഇത് നമുക്ക് കുറേ കിട്ടിയായിരുന്നു. മറ്റേ ആ ഒരു നെതർ റൂണ്ട് പോർട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിട്ടിയായിരുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടി. നമുക്ക് ഈ ചെസ്റ്റും കൂടി എടുത്തേക്കാം. ഓക്കെ ഗൈസ്, ചെസ്റ്റും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. പിന്നെ ഇവിടെ വേറെ സാധനം ടോർച്ചുണ്ട് ഗൈസ്. ഇതിന് മണ്ടയ്ക്കൊരു ടോർച്ച് ഇരിപ്പുണ്ട്, അതും കൂടി എടുക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇത് തുറക്കാൻ പറ്റുന്നായിരുന്നു ഇത്. എന്നിട്ടാണ് നമ്മൾ ഇത് മറ്റേ ടോർച്ച് ഗൈസ്. ഇതിൻ്റെ പേര് പറഞ്ഞു. ഇതാ ഇവിടെ മറ്റേ സാധനം. എൻ്റെ മോനെ, ഈ സാധനം നമുക്ക് എടുക്കുവാണെങ്കിൽ മണ്ടം കൊണാപ്പയുടെ പിക്കാക്സ് വെച്ചെടുക്കുക. ഓക്കെ, അപ്പം ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ തൂക്കിയിടാമെന്ന് തോന്നുന്നു കേട്ടോ. കിട്ടിയില്ലേ? നമ്മുടെ ഇൻവെർട്ടർ പിന്നെ ഫുള്ളായി സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇൻവെർട്ടറിൽ നിന്ന് കുറച്ച് കളയാം. അപ്പോൾ ആ സാധനമൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം ഇതെല്ലാം എടുത്ത് വീട്ടിൽ പോകാം ഗൈസ്. അങ്ങനെ വീട്ടിൽ എത്തി കഴിയുമ്പോൾ നമുക്ക് കാണാം സുഹൃത്തുക്കളെ. 2000 years later. എൻ്റെ പൊന്നീസ് ഓടിക്കുക കാണാം. എൻ്റെ അമ്മോ, എടാ താതാ എൻ്റെ അമ്മോ, എവിടെ നിന്നൊക്കെ ആക്രമിക്കുന്നു എൻ്റെ പൊന്നെ ഗൈസ്. നമ്മുടെ കൂട്ടത്തിൽ അയ്യോ 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 ഓടി 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 ഓടിക്കോ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാത്രി ആയിരുന്നല്ലോ ഗൈസ്. എൻ്റെ പൊന്നെ, എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, ഒരു പിടിയില്ല ഗൈസ്. ലൈഫ് പോകാനായി ഗൈസ്. എൻ്റെ മോനെ, നമ്മുടെ വീട് എവിടെയായിരുന്നു ഗൈസ്? നമ്മുടെ വീട് എവിടെയായിരുന്നു ഗൈസ്? ഇവിടെ കണ്ടുവരുന്നു. ഗൈസ്, നമ്മുടെ വീട് എവിടെയുണ്ട്? അയ്യോ ഗൈസ്, എൻ്റെ പൊന്നെ ഗൈസ്, ഇത് എന്തൊരു ഗൈസ് ഇത്? ഞാൻ പറഞ്ഞില്ലേ ഇത് രാത്രി ആയപ്പോൾ ഉമ്മാക്ക് ഇവിടെ ചിക്കൻ തിന്നിട്ടാണ് അമ്മക്കവിടെ യുദ്ധം. എൻ്റെ പൊന്നെ, അടക്കട മണ്ട. എൻ്റെ അമ്മ അടക്കമുണ്ട് ഗൈസ്. എൻ്റെ മോനെ, ഗൈസ്, യുദ്ധമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കുറേ യുദ്ധത്തിന് ശേഷം ഗൈസ് ഭയങ്കര കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് ഇങ്ങനെ സംവിധാനം തുടങ്ങി ഗൈസ്. അത് നമ്മൾ വീടിൻ്റെ താഴോട്ട് തന്നെ കുഴിച്ച് പോയി ഗൈസ്. നമ്മൾ ഒരു ചെറിയ മൈനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പം പെട്ടുപോയ ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ കുറേ ടോർച്ചൊക്കെ കിട്ടിയോ ഗൈസ്. നമ്മൾ കോളും കാര്യങ്ങളൊക്കെ കിട്ടിയോണ്ട് നമ്മൾ കുറേ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വീട് ഇവിടെ. അപ്പം വീട്ടിൽ നിന്നാണ് ഒരു ഗൈസ് സാധനം. നമുക്ക് പിക്കാക്സും കാര്യങ്ങളും വേണം ഗൈസ്. നമ്മുടെ പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, പിക്കാക്സ് അയൺ പിക്കാക്സ് ആണ് ഗൈസ്. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ആണ് വേണ്ടത്. ഓക്കെ, പിക്കാക്സ് ഉണ്ടാക്കി. അടിപൊളി. സ്റ്റിക്ക് തീർന്നുകൊണ്ടാണെന്ന് തോന്നുന്നല്ലേ പിക്കാക്സ് എല്ലാം. ഇതും കൊണ്ട് പോകാം ഗൈസ്. മൈനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗൈസ്. ഓക്കെ, അപ്പം ഒരു ടോർച്ച് കുത്തി വെക്കേണ്ട വരുമായിരിക്കും അല്ലേ? ടോർച്ച് കുത്തി വെക്കാൻ ശരിയാകത്തില്ലല്ലോ. ടോർച്ച് വേണ്ടിവരും ഗൈസ്. ഓക്കെ, നമുക്ക് ടോർച്ച് എടുത്ത് ഇവിടെ വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കുഴിച്ച് പോകാം ഗൈസ്. കാരണം നമുക്ക് കുറച്ചധികം ചെയ്യാനുണ്ട്. യെസ്, നമുക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ച് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുഴിച്ചും കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടം വരെ എന്ന് വെച്ചാൽ കുറേ ദൂരം ആയാലും നമ്മളിങ്ങനെ കുഴിച്ച് പിന്നെ യെസ്. അപ്പം സ്റ്റോണ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുറേ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ആയുധശാലികളാവും ഗൈസ്. മാത്രമല്ല നമുക്ക് കുറേ ഗോൾഡൻ വെപ്പൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ സീനൊന്നുമില്ല ഗൈസ്. പിന്നെ അല്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഇത് കാണുന്നവർ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.